ജീവിതത്തിൽ ആളുകൾ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട്? ജീവിതത്തിൽ വിജയിക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ ചിലർ എത്ര പരിശ്രമിച്ചാലും വിജയിക്കാതെ പോകുന്നു. എന്നിട്ട് ഭാഗ്യമില്ല, എൻ്റെ തലേവര എന്നൊക്കെ പറഞ്ഞ് ഒഴിയും. പക്ഷേ അതൊന്നുമല്ല അതിൻ്റെ കാരണം. അവരെപ്പോഴും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് അവരുടെ പരാജയത്തിന് കാരണം. ആ മിസ്റ്റേക്കിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെയാണ് അവർ ഓരോന്നും തുടങ്ങുന്നത്. എന്തിനും നമുക്കൊരു ലക്ഷ്യം വേണം. ലക്ഷ്യത്തിനായി പരിശ്രമിക്കുവാൻ ഒരു മനസ്സാണ് രണ്ടാമത് വേണ്ടത്. ചിലപ്പോൾ അത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അതിനും തയ്യാറാകണം. ഒരു ലക്ഷ്യമുള്ളവർ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പരാജയങ്ങൾ എന്തു വന്നാലും അതിൽ പിടിച്ചു നിൽക്കും. അവർക്ക് ലാസ്റ്റ് അതിൻ്റെ സക്സസ് അവർ നേടിയെടുക്കുകയും ചെയ്യും. അവസാനം അങ്ങനെ അവർ വിജയിക്കും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പാതി വഴിയിൽ എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവർ വീണ്ടും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അടുത്ത ഒരു മിസ്റ്റേക്കാണ് പരാജയ ഭയം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവർക്ക് പരാജയപ്പെടുമോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ പരാജയ ഭയത്തോടുകൂടി തുടങ്ങുന്ന ഏത് വർക്കും പാതി വഴിയിൽ നിർത്തേണ്ടി വരും. തുടക്കത്തിൽ തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകണമെന്നില്ല. പരാജയം എപ്പോഴും വിജയത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കണ്ട് കൂടുതൽ എനർജറ്റിക് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടണമെന്നുള്ളതാണ് അടുത്തൊരു മിസ്റ്റേക്ക്. ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരാജയം ഉണ്ടാവും. വലിയ വലിയ ലക്ഷ്യത്തിലെത്തിയവർ ഒരു രാത്രി വെളുത്ത് പകലായപ്പോൾ നേടിയവരല്ല ഒന്നും. അവരുടെ സക്സസിൻ്റെ സ്റ്റോറിയിൽ പരാജയത്തിൻ്റെ ഒരുപാട് നിമിഷങ്ങളുണ്ടാവും. ആ പരാജയങ്ങളിൽ കൂടി എല്ലാം കടന്നു വന്നിട്ടാണ് അവർ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ഒരുപാട് പരാജയങ്ങളുണ്ട്. ആ പരാജയങ്ങളെല്ലാം ഒരു എനർജി ആയിട്ട് എടുത്ത് നമ്മൾ വീണ്ടും ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് വേണ്ടത്. ഈ ക്ഷമയില്ലായ്മയും ഒരു പരാജയ കാരണമാണ്. എന്ത് ചെയ്താലും എത്രയും വേഗം വിജയം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിജയിക്കാനാകില്ല. അതിന് നല്ല ക്ഷമ വേണം. ഒരു വിത്ത് വിതച്ച് നമ്മളത് കിളിർത്ത് ചെടിയായി ഫലം വരാൻ കുറേ സമയമെടുക്കും. അതുപോലെയാണ് എന്ത് ചെയ്താലും വിജയിക്കാനെ കൊണ്ട് കുറച്ച് സമയമെടുത്ത് മാത്രമേ ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇടയ്ക്ക് പരാജയമുണ്ടായെങ്കിലും ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും വിജയത്തിൽ എത്തിച്ചേരും. അടുത്ത ഏറ്റവും വലിയൊരു പരാജയ കാരണം ചുറ്റുമുള്ളവർ, ഫ്രണ്ട്സ്, ഫാമിലി എന്നെക്കുറിച്ച് എന്ത് പറയും, ഞാൻ ഇതൊക്കെ ചെയ്താൽ അവരെന്തായിരിക്കും വിചാരിക്കുക, അവർ കളിയാക്കില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ തീർച്ചയായിട്ടും പരാജയത്തിൽ മാത്രമേ എത്തിക്കുകയുള്ളൂ. കാരണം മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ മാറും. അത് നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കും. മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കതുപോലെ എന്ത് ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം ഏറ്റവും മുന്നേ. നമ്മൾ ലക്ഷ്യത്തിലെത്തിയാൽ ഈ കളിയാക്കുന്നവരും നമ്മളെ പുകഴ്ത്തും. അടുത്ത വലിയൊരു മിസ്റ്റേക്കാണ് കഴിവുള്ളവർക്ക് മാത്രമാണ് വിജയം എന്നുള്ള ഒരൊറ്റ ചിന്ത. കഴിവുള്ളവർക്കല്ല, സ്ഥിരോത്സാഹികളായിട്ടുള്ള അധ്വാനിക്കുന്ന എല്ലാവർക്കും വിജയം അത് ഉറപ്പായിട്ടും കിട്ടുന്ന കാര്യമാണ്. അവസരങ്ങൾ ആരും കയ്യിൽ കൊണ്ടു തരികയില്ല. സാഹചര്യം, കഴിവില്ലായ്മ, ക്യാഷ് ഇല്ല, ഈ ന്യായങ്ങളൊന്നും ഒരിക്കലും ഒരു ന്യായമല്ല. ഇതൊന്നും നമ്മുടെ സ്വപ്നങ്ങളെ തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളേ അല്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം നമ്മൾ പ്രയോജനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് പോകുക. അതിന് ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും വിജയത്തിലെത്തും. കഴിവ് മാത്രമല്ല, ഹാർഡ് വർക്കാണ്, അല്ലെ കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമ്മൾ വിജയത്തിൽ എത്തിച്ചേരും. അടുത്തത് ഒരു പിന്മാറ്റം. അതായത് പാതി വഴിയിൽ, ലക്ഷ്യത്തിൻ്റെ പാതി വഴിയിൽ എത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇത് ശരിയാവില്ല, നമുക്ക് പിന്മാറാം, ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വിജയത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലായിരിക്കും നിങ്ങളുടെ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ സമയത്തായിരിക്കും നിങ്ങൾ പിന്മാറുന്നത്. അതുകൊണ്ട് വിജയത്തിലേക്കുള്ള ദൂരം കുറച്ചിരിക്കുമ്പോൾ പിന്മാറാതെ ലക്ഷ്യത്തിലേക്ക് പോവുക. വിജയം നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തീരുമാനിക്കുക, നിങ്ങളുടെ സമയം അതിക്രമിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു സക്സസ് സ്റ്റോറിക്ക് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമയം കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ആ ഒരു സ്റ്റോറി ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യട്ടെ.
നിങ്ങളുടെ വിജയത്തിൻ്റെ കഥ ഒരുപാട് പേർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി.